ഒരു സ്വപ്നം പോലെയായിരുന്നു മേഘാലയ. അവിടുന്ന് തിരികെ എത്തിയപ്പോൾ കയ്യിലൊരു ചെപ്പ് നിറയെ സ്നേഹവും കുറച്ച് നല്ല ഓർമ്മകളുമായാണ് വന്നത്. അതിനൊരു പേര് കൂടിയിട്ടിരുന്നു: കൊടുങ്കാറ്റിനെ പ്രണയിച്ച നാളുകൾ. ദോസ് ഡേയ്സ് ഓഫ് ലവിങ് ദ സ്റ്റോം. മേഘാലയ മഴയുടെ സ്ഥലമാണല്ലോ. നാട്ടിലെത്തിയതിൽ പിന്നെ ഇടിവെട്ടും മഴയും ഉള്ളപ്പോൾ മനസ്സിലൊരു ഓർമ്മയാണ് ഓടിയെത്താറ്. ഒരു നനുനനുത്ത ഓർമ്മ. അന്ന് എനിക്ക് നല്ല പനിയായിരുന്നു. കഷ്ടപ്പെട്ട എങ്ങനെയോ ക്ലാസ്സിൽ പോയി. തിരിച്ചു വരാൻ കോളേജ് ബസ്സിലിരുന്നപ്പോഴാണ് അപ്പുറത്തിരുന്ന് കൃഷ്ണയുടെ ഒരു ചോദ്യം: അനഘേ, നീ സൻപ്യാവ് കഴിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ അന്നാണ് ആദ്യമായി ഞാൻ ആ പേര് കേൾക്കുന്നത് തന്നെ. സൻപ്യാവ് എന്തായിരിക്കും അത്? പനിയായിരുന്നത് കൊണ്ട് വീട്ടിൽ ചെന്ന് പാചകം ചെയ്ത് കഴിക്കാൻ ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതോർത്തപ്പോൾ ഞാനും വരാം, എന്നാൽ സൻപ്യാവ് കഴിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടുകാരികളായ ഷോമലിയുടെയും കൃഷ്ണയുടെയും പിന്നെ 2 ജൂനിയർ കുട്ടികളായ ഫിസയുടെയും ഗാർഗിയുടെയും കൂടെ ഹോസ്റ്റലിനടുത്തുള്ള ഒരു മണിപ്പൂരി ഷോപ്പിലെത്തി. അവിടെ ഒരു ചെറു പുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിക്കാൻ വന്നത് ഒരു പയ്യനായിരുന്നു. ഓർഡർ ചെയ്യാൻ മെനുവിൽ നോക്കിയപ്പോൾ ഫിസയാണോ അതോ ഗാർഗിയോ എന്ന് ഓർമ്മയില്ല. അവരിൽ ഒരാൾ പറഞ്ഞു: ദീദി ദീദി, ആപ് മഷ്റൂം സൻപ്യാവ് ട്രൈ കീജിയേ, ഓ യഹാ കാ ബഹുത് അച്ഛാ ഹൈ എന്ന്. അവൾ പറഞ്ഞതല്ലേ, എന്നാൽ അത് തന്നെ കഴിക്കാം. ഓർഡർ ചെയ്ത് അധികം വൈകാതെ തന്നെ കൺമുന്നിൽ ആളെത്തി. സൻപ്യാവ്. കുറച്ചധികം ഡെക്കറേഷൻ ഉണ്ടോ? ഫ്രൈംസും സൈഡ് ഡിഷുമായി അച്ചാർ പോലെന്തോ കിംചി ക്യാബേജ് വെച്ച് നല്ല എരിവുള്ള എന്തോ ആണ് സൈഡ് ഡിഷായി വെച്ചിരിക്കുന്നത്. കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാനും ഒരു സ്പൂൺ എടുത്ത് കുടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു തരത്തിലുള്ള കഞ്ഞിയാണെന്ന്. കഞ്ഞി അത്ര കഞ്ഞിയല്ലല്ലോ. പനിയുള്ള ആൾക്ക് ഈ ലോകത്ത് കഴിക്കാൻ ഏറ്റവും സുഖമുള്ള ഭക്ഷണം. അതും അന്നെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ദോശ പോലും മടുത്തിരുന്ന കാലമായിരുന്നു. വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് വീടിൻ്റെ സ്നേഹം പോലെ തോന്നുന്ന ഒരു കഞ്ഞി എന്ന് തോന്നി. ആ സൻപ്യാവാണ് അടുക്കളയിൽ നിന്ന് പരീക്ഷണം. ഒഥൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അന്ന് കഴിച്ച ആ സ്വാദുണ്ട്. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവർക്കും വീണ്ടും അമർജിയയിലേക്ക് സ്വാഗതം. ഇതാണ് ആദ്യത്തെ സീരീസ്, ദോസ് ഡേയ്സ് ഓഫ് ലവിങ് ദ സ്റ്റോം. എപ്പിസോഡ് 1, സൻപ്യാവ് ഡയറി. പനി വന്നപ്പോൾ ഇത് കഴിക്കാൻ കൊണ്ടുപോയ ഷോമലിക്കും കൃഷ്ണയ്ക്കും ഗാർഗിക്കും ഫിസയ്ക്കും പിന്നെ ബൃഷ്ടിക്കും അനന്യയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അന്നത് കഴിച്ചതിന് ശേഷം ഞാൻ കുറേയേറെ നാളുകൾ കൂടി സുഖമായി ഇറങ്ങി. മേഘാലയ ജീവിതത്തിൻ്റെ അവസാന മാസങ്ങളിലായിരുന്നു ആ സംഭവം. പിന്നീടുള്ള 2 മാസങ്ങളിൽ നമ്മുടെ സൻപ്യാവ് എൻ്റെ സ്ഥിര ഭക്ഷണമായി. വൈകുന്നേരമാവാൻ കാത്തിരുന്ന നാളുകളായിരുന്നു അത്. ആ 2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു നനവേറിയ ഓർമ്മയായി മാറി സൻപ്യാവ്. പിന്നീട് ജൂലൈയിൽ ഒരു അവസരം കൂടി കിട്ടി. ഒരു തവണ കൂടെ മേഘാലയ പോവേണ്ടി വന്നു. അന്ന് കൂട്ടുകിട്ടിയ 2 കുഞ്ഞനുജത്തിമാരാണ് ബൃഷ്ടിയും അനന്യയും. അവരാണ് പിന്നെയും എന്നെ ആ കടയിൽ കൊണ്ടുപോയത്. പിന്നെ അവിടെയുള്ളവരുമായി വളരെ നല്ല പരിചയമായി. എന്നെ കാണുമ്പോഴേ ആ പയ്യൻ ചിരിച്ച് എന്നത്തെയും പോലെയാണോ എന്ന് ചോദിക്കും. ചിരിച്ചുകൊണ്ട് തന്നെ അതെ എന്ന് ഞാനും പറയും. മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഓരോ കാര്യവും കൂടുതൽ ആസ്വാദ്യമാകുന്നത് ഒരുപക്ഷെ ഓർമ്മകളില്ലാവാം, അല്ലേ? അതുകൊണ്ടാവാം സൻപ്യാവ് എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ വായിൽ കപ്പലോടുന്നത്.
മണിപ്പൂരി ഷോപ്പിൽ പറയാൻ സൻപ്യാവ് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ കഥ ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. സൻപ്യാവ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഈ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടങ്ങൾ പലതാണല്ലോ, അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തവർ അഭിപ്രായം പറയുക. ഇനിയും പറയാൻ ഒരുപാട് കഥകളുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.